തൃശൂർ വടക്കാഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ BJP RSS പ്രവർത്തകരായ പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2010 മെയ് 16-നാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ RSS പ്രവർത്തകർ ചേർന്ന് ബിജുവിനെ കൊലപ്പെടുത്തുകയും സുഹൃത്തിനെ ആക്രമിക്കുകയും ചെയ്തത്. പ്രാദേശിക രാഷ്ട്രീയ തർക്കങ്ങളെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിനൊടുവിൽ അതിക്രൂരമായ രീതിയിലാണ് പ്രതികൾ സംഘം ചേർന്ന് ബിജുവിനെ കൊലപ്പെടുത്തിയത്. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ മുൻവശത്ത് വെച്ച് പ്രതികൾ ബിജുവിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പട്ടാപ്പകൽ കൊലപ്പെടുത്തുകയായിരുന്നു. ബിജുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച സുഹൃത്ത് ജിനീഷിനെയും പ്രതികൾ ക്രൂരമായി ആക്രമിച്ചു. വടക്കാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കണ്ടെത്തി. പിന്നാലെ സംഭവത്തിൽ ഉൾപ്പെട്ട 9 RSS പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ വിചാരണ നടക്കുന്നതിനിടെ 6ാം പ്രതി രവി മരണപ്പെട്ടിരുന്നു. വിചാരണ പൂർത്തിയാക്കിയ കേസിൽ പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തി. ഇതിനു പിന്നാലെയാണ് മുഴുവൻ പേർക്കും കോടതി ജീവപര്യന്തം തടവും 11,52,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. കൊലപാതക ശ്രമത്തിനിടെ പരിക്കേറ്റ ജിനീഷ് അടക്കം 24 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 82 രേഖകളും ആയുധങ്ങളും അടക്കം 28 തൊണ്ടിമുതലുകളും അന്വേഷണ സംഘം ഹാജരാക്കി. നിലവിലെ ഗുരുവായൂർ ACP TS സിനോജാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം 15 വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെയാണ് കൊലയാളി സംഘം ശിക്ഷിക്കപ്പെടുന്നതെന്നും പ്രതികൾക്ക് ഉചിതമായ ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.